നമ്മുടെ മൈൻഡ് ഹാപ്പി ആക്കി വെക്കാൻ ഒരു 3 കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാ? മൈൻഡ് ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ശരീരം അടിപൊളിയാണ്, നല്ല എനർജിയിൽ ഇരിക്കുകയാണ്, നല്ല ഫുഡ് കഴിക്കുകയാണ്, നല്ല പോലെ വെള്ളം കുടിക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ പകുതി മൈൻഡ് ഓക്കെ ആവും. അതേപോലെ തന്നെ നമ്മുടെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉള്ള സാധനമാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് സമയമെങ്കിലും ഒരു മീ ടൈം പോലെ മാറ്റി വെച്ച് ജേർണലിങ് ചെയ്യാം, അല്ലെങ്കിൽ ഹമ്മിങ് മെഡിറ്റേഷൻ ചെയ്യാം. അതല്ലെങ്കിൽ ജസ്റ്റ് ബി വിത്ത് യുവർ സെൽഫ്. ആ ഒരു ഹോൾ ഡേ ഒന്ന് റിവ്യൂ ചെയ്ത് എന്താണ് നമുക്കൊന്ന് നോക്കി എന്തെങ്കിലും നമുക്ക് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ അതിൽ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്ക് ഓരോ ദിവസവും പഴയ കാര്യങ്ങൾ അവിടെ മറന്ന് പുതിയ ദിവസത്തിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. ആൻഡ് തേർഡ് തിങ് ഐ വുഡ് സേ, കണക്ട് വിത്ത് യുവർ ഇമോഷൻസ്. എല്ലാവരും ഇമോഷൻസ് സപ്രസ് ചെയ്യാനാണ് നോക്കണേ. ദേഷ്യം വന്നു, ദേഷ്യം വേണ്ട, അതൊന്നും എനിക്കിത് വേണ്ട, ഞാൻ പെട്ടെന്ന് കരയുന്നു. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്, ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവാം, എനിക്ക് ദേഷ്യം വരുമ്പോഴും സങ്കടം വരാമെന്നൊക്കെ വന്ന് പറയുന്നവരുണ്ട്. ദാറ്റ്സ് ദർ ബിക്കോസ് ഇറ്റ്സ് ട്രൈങ് ടു ടെൽ യു സംതിങ്. എന്താണ് അവിടെ നമ്മളിപ്പോൾ പുഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണേ? കുറേ കാലങ്ങളായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യാതൊക്കെ എടുക്കുന്നത് എന്ത് ഇമോഷനാണ്? അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സ്വയം. പിന്നെ ഒരുപാട് സെൽഫ് ഹെൽപ്പ് ബുക്സ് അവൈലബിൾ ആണ്. എല്ലാവരും തെറാപ്പിക്ക് പോകണം എന്ന് മസ്റ്റൊന്നുമല്ല. സെൽഫ് ഹെൽപ്പ് ബുക്സ് വായിക്കാൻ, നിങ്ങളെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ തെറാപ്പിക്ക് നിങ്ങൾ വന്നാലും നിങ്ങളെ ഹീൽ ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. ഇത് നമ്മളെല്ലാവരും ഒരു ഗൈഡ് പോലെയാണ്, ഒരു ഗൈഡൻസ് മാത്രമാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ജിമ്മിൽ ട്രെയിനർ ഉള്ള പോലെ ട്രെയിനർ പറയും ആ വെയിറ്റ് എടുക്കുക, ഈ വെയിറ്റ് എടുക്കുക, ഇന്ന എക്സസൈസ് ചെയ്യുന്നു പറയും. പക്ഷെ വെയിറ്റ് എടുക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. ട്രെയിനർ വെയിറ്റ് എടുത്താൽ ട്രെയിനർക്കേ മസിൽ വരുള്ളൂ, നിങ്ങൾക്ക് വരില്ല. നിങ്ങൾക്ക് 6 പാക്ക് വരണമെങ്കിൽ നിങ്ങൾ ഡയറ്റ് മാനേജ് ചെയ്യണം, വെയിറ്റ് എടുക്കണം, കൺസിസ്റ്റൻസി പാലിക്കണം. ഇതേപോലെയാണ് മൈൻഡും. ആ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും കീപ്പ് ചെയ്യുക.